മഴയൊക്കെയല്ലേ, ഒരു അടിപൊളി ചിക്കൻ സൂപ്പ് റെസിപ്പി നോക്കിയാലോ? പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില, വെളുത്തുള്ളി, ജീരകം, കുരുമുളക്, ഒരു അര സവോള ഇതൊക്കെ ഒന്ന് സെറ്റാക്കി മാറ്റി വയ്ക്കാം. ഇനി സൂപ്പിലിടാൻ വേണ്ടിയിട്ട് ഞാൻ വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് പൊട്ടറ്റോയും ക്യാരറ്റും ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇടാം. ഇനി വെജിറ്റബിൾസ് സൂപ്പിൽ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഇടണ്ട. ഞാനിവിടെ അപ്പോൾ ക്യാരറ്റും പൊട്ടറ്റോയും അത്യാവശ്യം വലുതാക്കി അരിഞ്ഞ് വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമ്മുടെ എല്ലാ പരിപാടികളും കുക്കറിലാണ്. ഈ കുക്കറിലേക്ക് ഞാൻ നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി വെളിച്ചെണ്ണ യൂസ് ചെയ്യണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടി ഞാൻ ഇടാൻ ചിക്കൻ യൂസ് ചെയ്തിട്ടുള്ളത് കുറച്ച് നെയ്യും എല്ലും ഒക്കെയുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോഴായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക, ആ നെയ്യൊക്കെ ഇറങ്ങിയിട്ട്. ബോൺലെസ് ചിക്കനൊക്കെ എടുക്കണമെങ്കിലും ഏറ്റവും ബെറ്റർ ഇത് തന്നെയായിരിക്കും. ഇനി ഈ കുക്കറിലേക്ക് കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ജാറിലേക്ക് തന്നെ ഞാനൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ഈ വെജിറ്റബിൾസിൽ നിന്ന് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഈ വെജിറ്റബിൾസും ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് കുറച്ച് കുരുമുളക് ഇനിയും വേണമെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഞാനിവിടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സൂപ്പിൽ വെള്ളം പോരാന്ന് തോന്നിയുകൊണ്ട് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും സൂപ്പിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഇതൊരു അടച്ച് വെച്ച് ഒരു 2-3 വിസിലടിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ സൂപ്പ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.